വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി പടരട്ടെ ആഴക്കത്തി പടരട്ടെ സഭയെല്ലാം നിറയട്ടെ വചനാഗ്നി കത്തി പടരട്ടെ ആഴക്കത്തി പടരട്ടെ സഭയെല്ലാം നിറയട്ടെ വചനാഗ്നി. എല്ലാ ശാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ തിരക്കിലാണ്. മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് സ്വർഗം തുറന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രൻ ഭൂമിയെ സ്വർഗമാക്കാനും മനുഷ്യനെ സ്വർഗത്തോളം ഉയർത്തുവാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ചതിൻ്റെ ഓർമ്മയുടെ ആഘോഷമാണ് ക്രിസ്തുമസ്. ആ ക്രിസ്തുമസിന്റെ അനുസ്മരണം ലോകമെമ്പാടും സന്തോഷപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നാം ആഘോഷിക്കുകയാണ്. 2019 ക്രിസ്തുമസ് ദിവസത്തിൽ ഈ ക്രിസ്തുമസ് ദിനങ്ങളിൽ വിശുദ്ധ സുവിശേഷത്തിലൂടെ കടന്ന് ബേത്ലഹേമിലെ ഉണ്ണിയേശുവിന്റെ ജനനത്തോടനുബന്ധിച്ച് നാം കാണുന്ന ചില വ്യക്തികളിലൂടെ കടന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ ജനനവേളയിൽ കണ്ടുമുട്ടിയ ആളുകളുടെ ജീവിതത്തിലെ മൂല്യങ്ങളും നന്മകളും ഈ ക്രിസ്തുമസ് ദിനത്തിൽ നമുക്ക് സ്വീകരിക്കാനായി ശ്രമിക്കാം. ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ഈശോയ്ക്ക് മുന്നോടിയായി കടന്നുവരുന്ന സ്നാപക യോഹന്നാന്റെ മാതാപിതാക്കളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. സഖറിയായും എലിസബത്തും. ഈ സഖറിയായുടെയും എലിസബത്തിന്റെയും ഗുണഗണങ്ങൾ ബൈബിളിൽ വിവരിക്കുന്നത് ദൈവത്തിന്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകൾ കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു അവർ എന്നാണ്. ഈ സ്നാപക യോഹന്നാന്റെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തിയവരായിരുന്നു. അവർക്ക് മക്കളില്ലായിരുന്നു. അങ്ങനെ ലോകസമക്ഷത്തിൽ നീതിപൂർവം ജീവിച്ച കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ വളരെ വിശ്വസ്തയോടെ പാലിച്ചു പോന്ന ഈ മാതാപിതാക്കൾക്ക് അന്നത്തെ സാമൂഹിക മതപരമായ പശ്ചാത്തലത്തിൽ മക്കളില്ലാതിരിക്കുക എന്നുള്ളത് ദൈവകോപമായി കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതാ ഈ വാർദ്ധക്യത്തിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവർ കർത്താവിന്റെ കൽപ്പനകൾ എന്നും പാലിച്ചുകൊണ്ട് ജീവിക്കാനായി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ കർത്താവിന്റെ കൃപ എന്ന യോഹന്നാനെ അവർക്ക് ലഭിക്കുന്നത്. സ്നാപക യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം
കർത്താവിൻ്റെ കൃപ എന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ കൃപ സ്വീകരിക്കത്തക്ക വിധം ഈ മാതാപിതാക്കൾ, ഈ ദമ്പതികൾ എന്നും കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിച്ചിട്ടുള്ളവരായിരുന്നു. ഈ തിരുവചനം നമുക്ക് നൽകുന്ന വെളിപാട് നാം എല്ലാവരും കർത്താവിൻ്റെ മുന്നിൽ നീതിയോടെ വ്യാപരിക്കുകയും അവിടുത്തെ കൽപ്പനകൾ കുറ്റമറ്റ വിധം അനുസരിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ പദ്ധതി അനുസരിച്ച് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുമെന്നുള്ളതാണ്. ആത്മാവിൻ്റെ കൃപയിൽ അവൻ വളർന്നു ശക്തിപ്പെട്ടു എന്നാണ് സ്നാപകയോഹന്നാന്റെ ശൈശവകാലത്തെക്കുറിച്ച് പറയുന്നത്. ആത്മാവിൽ വളരുന്ന, ദൈവകൃപയിൽ വളരുന്ന ഒരു മകൻ, അതാണല്ലോ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആനന്ദവും സന്തോഷവും. ഇതാ വാർദ്ധക്യത്തിലെത്തിയിരുന്ന അവർക്ക് ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ ഒരു മകനെ ലഭിക്കുന്നു, അതിലവർ ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ മാതാപിതാക്കളും ഈ ഒരു കാര്യത്തിൽ മക്കൾ കൃപയിൽ വളരാൻ വേണ്ടി പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക. ഈ കാത്തിരിപ്പ് അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും നന്മകൾ ചെയ്തുകൊണ്ടും കുറ്റമറ്റവരായി ജീവിച്ചുകൊണ്ടുമാണ്. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്ന മറ്റൊരു പറ്റം ആളുകൾ മത്തായിയുടെ സുവിശേഷത്തിലെ 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോയുടെ ജനന വാർത്ത അറിഞ്ഞ് പൗരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ അവിടുത്തെ കാണാനായിട്ട് യാത്ര ചെയ്യുന്ന സംഭവമാണ്. യേശുവിനെ, രക്ഷകനെ അന്വേഷിച്ചു വരുന്ന വിജ്ഞാനികളായ മനുഷ്യർ, അറിവുള്ള, ആ മേഖലകളിൽ വളരെയേറെ കാര്യങ്ങളിലും സ്വാധീനവുമുള്ള വ്യക്തികൾ ഇതാ ദൈവത്തെ കാണാനായി, രക്ഷകനെ കാണാനായി അവിടുത്തെ അന്വേഷിച്ചുകൊണ്ട് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നാട്ടിലും ഈ കാലഘട്ടത്തിലും വിദ്യാഭ്യാസമുണ്ടായാൽ അല്ലെങ്കിൽ ഉന്നതമായ പദവികളിലെത്തിയാൽ അങ്ങനെ വ്യക്തിപരമായിട്ട് അല്പമെങ്കിലും കഴിവുകളുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അഹങ്കരിക്കുകയും വിശ്വാസം നഷ്ടപ്പെടുത്തുകയും ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വിരളമായിട്ടെങ്കിലുമുണ്ട്. അവിടെയാണ് ഈ ജ്ഞാനികളുടെ സന്ദർശനം ശ്രദ്ധേയമാകുന്നത്. ഈ പൗരസ്ത്യ ദേശത്തു നിന്ന് വന്ന ജ്ഞാനികളായ മനുഷ്യരെ പോലെ മാമുദിസ സ്വീകരിക്കുകയും മറ്റ് ഉദാശകളിലൂടെ ദൈവകൃപയിൽ വളരുകയും ചെയ്യുന്ന, ജീവിതത്തിലെ വിവിധ തുറകളിലും നിലകളിലും എത്തിയിട്ടുള്ള ആളുകൾ, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ, കത്തോലിക്ക സഭയിൽ നിന്ന്, വിശ്വാസ പരിശീലനത്തിൽ നിന്ന് ആഴമായ വിശ്വാസം സ്വീകരിച്ചിട്ടുള്ള ആളുകൾ ഈ ജ്ഞാനികളെ പോലെ ദൈവത്തെ അന്വേഷിക്കുന്നവരാവണം, ദൈവത്തെ തേടിയിറങ്ങുന്നവരാവണം, ആ കണ്ടുമുട്ടിയ ദൈവത്തെ പ്രഘോഷിക്കുന്നവരായിട്ട് മാറണം. ഇനിയും ഈശോയുടെ ജനനവേളയിൽ കാണുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് വിശുദ്ധ യൗസേപ്പ്. മത്തായിയുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിൽ വിശുദ്ധ യൗസേപ്പിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന വിശേഷണം, അദ്ദേഹം നീതിമാനായിരുന്നു, തുടർന്ന് പരിശുദ്ധാത്മാവിലാണ് പരിശുദ്ധ അമ്മ ഗർഭിണിയാകുന്നത് എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയാതെ വന്നപ്പോൾ അവളെ ഉപേക്ഷിക്കാനായി അന്നത്തെ സാമൂഹികമായ മതപരമായ ചുറ്റുപാടുകൾ കഴിയാമായിരുന്നിട്ട് പോലും യൗസേപ്പ് പലവട്ടം ആലോചിച്ച് എങ്ങനെയെങ്കിലും പരിശുദ്ധ അമ്മയെ അപമാനത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് കരുതിക്കൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് വിശുദ്ധ യോസേപ്പ് പ്രാർത്ഥനാപൂർവം ധ്യാനപൂർവം ആലോചിക്കുകയാണ്. ആ ആലോചനയുടെ ഇടയ്ക്കാണ് ദൈവത്തിന്റെ അരൂപി വിശുദ്ധ യോസേപ്പിൽ ഇറങ്ങി വരുന്നത്. അപ്പോൾ അദ്ദേഹം നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. നീതിമാനായ വിശുദ്ധ യോസേപ്പ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ഈ ക്രിസ്തുമസ് ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തിക്തമായ വിശ്വാസത്തിന്റെയോ ബന്ധങ്ങളുടെയോ സഭാപരമായ സംശയങ്ങളും തെറ്റിദ്ധാരണകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് വിശുദ്ധ യോസേപ്പ് നമുക്ക് കാണിച്ചു തരുകയാണ്. പ്രാർത്ഥനാപൂർവം കർത്താവിന്റെ ദൂതൻ പറഞ്ഞതുപോലെ നിദ്രയിൽ നിന്നുണർന്ന് പെരുമാറേണ്ട സമയം, അത് നമ്മുടെ ജീവിതത്തിലെല്ലാം ഉണ്ടാകേണ്ട സന്ദർഭങ്ങളാണ്. അദ്ദേഹം നീതിമാനായിരുന്നു, അദ്ദേഹം നീതിപൂർവ്വം പ്രവർത്തിച്ചു എന്നതുപോലെ എല്ലാ ക്രൈസ്തവരും നീതിപൂർവ്വം പ്രവർത്തിക്കാനും ഈ ദിനത്തിന്റെ സന്തോഷങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ കൽപ്പനകളും ഹിതവും അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുക. ഇനിയും ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ ശിമയോനും അന്നയും ഈശോയെ, ഈ രക്ഷകനെ കാണണമെന്നുള്ള ആഗ്രഹത്തിലിരിക്കുകയാണ്. അങ്ങനെ ഈ രക്ഷകനെ കാണണമെന്നുള്ള ആഗ്രഹത്തിൽ പ്രാർത്ഥനയിൽ കഴിയുന്ന ശിമയോനെയും അന്നയെയും കുറിച്ച് ലൂക്കായുടെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായത്തിലുണ്ട്. അവിടെ ഈ ശിമയോനും അന്നയും ഈശോയെ കണ്ടുമുട്ടുകയാണ്. അവരെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നത് അവർ നീതിമാനും ദൈവഭക്തരുമായിരുന്നു എന്നാണ്. അപ്പോൾ ഈശോയെ കാണാനായിട്ട്, ദൈവത്തെ കാണാനായിട്ട് സാധിക്കുന്നത് നീതിമാന്മാർക്കാണ് സാധിക്കുന്നത്. ദൈവഭക്തർക്കാണ് ദൈവത്തെ കാണാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഈ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് വരാൻ കഴിയാത്തതിന്റെ കാരണം, ചില കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്തതിന്റെ കാരണം, തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതിന്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവഭക്തി വേണ്ടുവോളം ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ഹന്നയും ശിമയോനും ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയിലാണ് അതിനെ അവർ മറികടന്നത്. ഈശോയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. ശിശുവിനെ കാണാനായി, രക്ഷകനെ കാണാനായി അവർ കാത്തിരിക്കുകയായിരുന്നു. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാത്തിരിപ്പാണ്. ദൈവത്തെ കണ്ടുമുട്ടാനുള്ള കാത്തിരിപ്പാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടാനും ഈ കർത്താവിന്റെ ദൂതൻ പറയുന്നത് എന്താണെന്ന് ദൈവത്തിന്റെ സ്വരം അറിയാനും നമുക്ക് സാധിക്കുന്നത്. ഇനിയും ഏറ്റവും പ്രധാനമായി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് വരാം. ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായം. ദൂതൻ പറയുന്നത്, ദൈവകൃപ നിറഞ്ഞവൾ, കർത്താവ് നിന്നോടുകൂടെ. ദൈവകൃപ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ അമ്മ. കർത്താവ് കൂടെ ഉണ്ടായിരുന്നവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണല്ലോ അവളിലൂടെ പുത്രനായി മിശിഹ മനുഷ്യനായി അവതരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയെ കുറിച്ച് 2-ാമത്തെ ഹൗവ എന്ന് സഭാപിതാക്കന്മാരൊക്കെ വിശേഷിപ്പിക്കുന്നത്. ആദ്യത്തെ ഹൗവ നമുക്കറിയാവുന്നതുപോലെ ഏദൻ തോട്ടത്തിൽ പറുദീസായിൽ പിശാചിന്റെ പ്രലോഭനത്തിൽ വീണ് ദൈവത്തെ അനുസരിക്കാത്തവളായിട്ട് മാറി. അനുസരണക്കേടിന്റെ പ്രതീകമാണ് ഹൗവ. അതുകൊണ്ടാണ് സ്വർഗം നഷ്ടമായത്. ഒരു സ്ത്രീ
അനുസരണമില്ലാത്തവളായിട്ട് മാറിയപ്പോൾ സ്വർഗം നഷ്ടമായി. പക്ഷേ പരിശുദ്ധ അമ്മ എന്ന സ്ത്രീ അനുസരിച്ചപ്പോൾ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് ഏറ്റുപറഞ്ഞപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയാണ്. സ്വർഗം തുറന്ന് പുത്രനായ മിശിഹ ഈ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. മനുഷ്യൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അത് ഈ പരിശുദ്ധ അമ്മയുടെ അനുസരണത്തിലൂടെ സംഭവിച്ചതാണ്. മാമോദിസ സ്വീകരിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളും മറ്റ് കൂദാശകളിലൂടെ ഈ കൃപയിലൂടെ വളരുന്നവരാണ്. നമ്മൾ ദൈവകൃപ നിറഞ്ഞവരാണ്. ഈ മാമോദിസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും കുംഭസാരത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും വിവാഹം എന്ന കൂദാശയിലൂടെയും തിരുപ്പട്ടത്തിലൂടെയും ഒക്കെ ദൈവകൃപ നിറഞ്ഞവരായി നമ്മൾ വളരുകയാണ്. കർത്താവ് നമ്മോടുകൂടെ ആയിരിക്കുകയാണ്. ഈ കൃപയിൽ വളർന്ന് കൂദാശകൾ സ്വീകരിച്ച് കർത്താവ് നമ്മോടുകൂടെ ആയിരിക്കുകയാണ്. എമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം കർത്താവ് നമ്മോടുകൂടെ എന്നാണല്ലോ. ആ കർത്താവ് നമ്മോടുകൂടെ ആയിരിക്കുന്നത് ഈ വിശുദ്ധ കൂദാശകളിലൂടെയാണെന്ന് നമുക്കറിയാം. ഈ പരിശുദ്ധ അമ്മ താൻ പരിശുദ്ധാത്മാവിൽ നിന്ന് ഗർഭിണിയാണെന്ന് അറിഞ്ഞ നിമിഷം ഈ എലിസബത്തിനെ, തന്റെ സ്വന്തക്കാരിയായ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിക്കാനായിട്ട് പോകുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതലുള്ള തിരുവചനങ്ങൾ. യൂദായിലെ മലമ്പ്രദേശത്തേക്ക് പരിശുദ്ധ കന്യകാമറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെടുകയാണ്. അനേക മൈലുകൾ സഞ്ചരിച്ച് ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് മുന്നോടിയായിട്ട് വരുന്ന സ്നാപക യോഹന്നാന്റെ അമ്മയെ കാണാൻ, എലിസബത്തിനെ കാണാൻ തിടുക്കത്തിൽ യാത്ര പുറപ്പെടുകയാണ്. ഈ രണ്ട് സ്ത്രീകളുടെ സംഗമം, എലിസബത്ത് ഈശോയ്ക്ക് മുന്നോടിയായിട്ട് വരുന്ന സ്നാപക യോഹന്നാന്റെ അമ്മ, ഈശോയെ ഗർഭം ധരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം, ഈ രണ്ടുപേരും കണ്ടുമുട്ടുന്ന രംഗം, അവര് പരസ്പരം അഭിവാദനം ചെയ്യുകയാണ്. അവര് പരസ്പരം തങ്ങളുടെ സന്തോഷം ഏറ്റുപറയുകയാണ്. അവർ അംഗീകരിക്കുകയാണ് പരസ്പരം. ഇത് എല്ലാ സ്ത്രീജനങ്ങൾക്കും, എല്ലാ സഹോദരിമാർക്കും ഈ ക്രിസ്തുമസിലൂടെ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. പരസ്പരമുള്ള ഗുണങ്ങൾ അംഗീകരിക്കുക. എന്റെ കഴിവുകൾ പോലെ തന്നെ മറ്റുള്ളവർക്കും കഴിവുകളും കൃപകളും ദൈവം കൊടുത്തിട്ടുണ്ട്. അത് അംഗീകരിക്കാനുള്ള മനസ്സ്. മറ്റുള്ളവരെ അസൂയയോടുകൂടി അല്ല കാണേണ്ടത്, മറിച്ച് മറ്റുള്ളവരെ സ്നേഹപൂർവ്വം കാണുക. മറ്റുള്ളവരുടെ ഉയർച്ചയിലും വളർച്ചയിലും ആനന്ദം കൊള്ളുക. നമ്മുടെ തന്നെ സന്ദർശനം കൊണ്ടും, നമ്മുടെ തന്നെ സഹായം കൊണ്ടും, നമ്മുടെ തന്നെ പ്രാർത്ഥന കൊണ്ടും മറ്റുള്ളവരുടെ സന്തോഷത്തെ ഇരട്ടിയാക്കുക. അതിലൊരുപക്ഷെ നമുക്ക് പ്രതിബന്ധങ്ങളുണ്ടാവും, അതിലൊരുപക്ഷെ നമുക്ക് പ്രയാസങ്ങളുണ്ടാവും. പരിശുദ്ധ കന്യകാമറിയം തീർച്ചയായിട്ടും ഈ യാത്രാവേളയിൽ വളരെ തിടുക്കത്തിൽ ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും നേരിട്ട കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ എലിസബത്തിന്റെ ജീവിതത്തിലേക്ക് ഈശോയുമായി കടന്നു ചെന്ന എലിസബത്തിന്റെ ജീവിതത്തെ ആനന്ദപൂരിതമാക്കുകയാണ്. അപ്പോൾ ഇത് ഓരോ ക്രൈസ്തവനും മറ്റുള്ളവന്റെ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തേണ്ടതും ആഴപ്പെടുത്തേണ്ടതുമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മുടെ സന്ദർശനം വഴിയായി, നമ്മുടെ പ്രോത്സാഹനം വഴിയായി, നമ്മുടെ പ്രാർത്ഥന വഴിയായി, നമ്മുടെ വിശ്വാസത്തിൻ്റെ തലങ്ങളിലുള്ള ആശയവിനിമയം വഴിയായി, വാക്കുകൾ വഴിയായി, പ്രവൃത്തികൾ വഴിയായി മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് ഈ മറിയത്തിൻ്റെയും എലിസബത്തിൻ്റെയും കണ്ടുമുട്ടൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും
ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും അവനെ ഹൃദയത്തിൽ ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ ക്രിസ്തുമസ് ദിനത്തിൽ അവിടുത്തെ ദിവ്യരഹസ്യങ്ങൾ, അവിടുത്തെ ജനനമെന്ന മഹാരഹസ്യത്തെ നമ്മൾ ഏറ്റുപറയുകയും ആഘോഷിക്കുകയുമാണ്. അത് നമ്മളൊരു കൂട്ടായ്മയിൽ സഭയൊന്നാകെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ മാസത്തിൽ അസാധാരണ മിഷൻ മാസത്തോടനുബന്ധിച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തിയത് നാം ഓരോരുത്തരും മാമുദീസായിലൂടെ സ്നാനപ്പെട്ട് ഐക്യപ്പെട്ടവരാണ് എന്നുള്ള വലിയ സത്യമാണ്. എല്ലാ ക്രിസ്ത്യാനികളും മാമുദീസായിലൂടെ സ്നാനപ്പെട്ട് ഐക്യപ്പെട്ടവരാണ്. ഈ വിശ്വാസത്തിന്റെ പ്രഘോഷണം നടത്തേണ്ടവരാണ്. ഈ വിശ്വാസത്തിന്റെ സുവിശേഷം പ്രചരിപ്പിക്കേണ്ടവരാണ് നാം എല്ലാവരും. ഈ അസാധാരണ മാസത്തിൽ അതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. ഏറ്റവും വലിയ ആ കാര്യമെന്ന ചാക്രിയ ലേഖനത്തിന്റെ ശതാബ്ദി വർഷമായിരുന്നല്ലോ ഈ ഒക്ടോബർ മാസം. അപ്പോൾ ഏറ്റവും വലിയ ആ കാര്യമെന്ന് പറയുന്നത് എല്ലാ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഘോഷണമാണ്. വിശ്വാസത്തിന്റെ ഈ പ്രഘോഷണം നടത്തുകയാണ്. ഈശോയുടെ ജനനത്തെയും പരസ്യ ജീവിതത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും കുറിക്കുന്ന സംഭവങ്ങൾ ലോകത്തിൽ നൽകുക. അത് വ്യക്തി ജീവിതത്തിലൂടെ, കുടുംബ ജീവിതത്തിലൂടെ സമൂഹത്തിലേക്ക് സുവിശേഷ സാക്ഷ്യമായി നൽകുക എന്നുള്ളതാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലൂടെ നൽകേണ്ടത്. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് കർത്താവിന്റെ ദൂതൻ ആട്ടിടയന്മാരോട് പറഞ്ഞത്. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ആട്ടിടയന്മാരോട് പറഞ്ഞ ആ വലിയ കാര്യം ലൂക്കായുടെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. ആ സദ്വാർത്തയുടെ ഓർമ്മയാണ് ഈ ക്രിസ്തുമസ് ദിനത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത്. എന്നെ ശ്രമിക്കുന്ന ശാലോം ടിവിയിലൂടെ എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തുമസിന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും സന്തോഷവും ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണി യേശു നിങ്ങൾ ഓരോരുത്തരെയും എന്നും എപ്പോഴും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.